എനിക്കുറപ്പാണ് ഈ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്ത് കഴിയുമ്പോൾ നിന്റെ ആത്മാഭിമാനം ഇവിടെ തകർന്നു വീഴും. അത് മാത്രമല്ല, നീ എന്റെ അന്തഃപുരത്തിലേക്ക് എന്റെ റാണിയായി വരും. നീ ഒരു അടിമയെ പോലെ ജീവിക്കാനായി ജനിച്ചവന്. തലകീഴായി നിന്ന് തപസ് ചെയ്ത പോലും നിനക്ക് ഈ വെല്ലുവിളിയിൽ ജയിക്കാൻ കഴിയില്ല. അഥവാ ജയിച്ചാലും അത് നീ കാരണമല്ല. എന്നാൽ എന്റെ അമ്മയെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, വരാനിരിക്കുന്ന മത്സരത്തിൽ ഞാൻ നിന്നെ തോൽപ്പിച്ച് നിന്നെ എന്റെ കാലടിയിലെ അടിമയാക്കും. നവഗ്രഹം കടന്ന് 16-ാം വയസ്സിൽ മഹാചക്ര പരീക്ഷയിൽ വിജയിച്ച ഏകലവ്യസ്ഥാനം നേടിയ അമരേന്ദ്രന് വാസുകിക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കാൻ രാജകൊട്ടാരം തീരുമാനിച്ചു. രാജ്യം മുഴുവൻ ആഘോഷങ്ങളിൽ മുഴുകി. പക്ഷെ അത് സംഭവിച്ചില്ല. ഇതിനു മുമ്പ് തന്നെ അമരേന്ദ്രന് ശക്തി നഷ്ടപ്പെട്ടു. നിങ്ങളെപ്പോലെ ഒരു കഴിവുകെട്ടവനായ മനുഷ്യനെ, ഒരു ശക്തിയും ഇല്ലാത്ത ഒരു മനുഷ്യനെ ഭർത്താവായി സങ്കല്പിക്കാൻ എനിക്ക് കഴിയില്ല. 3 വർഷങ്ങളായി നിങ്ങൾ എല്ലാ മത്സരത്തിലും തോൽക്കുക. നിങ്ങളുടെ ശക്തിയില് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. നിങ്ങളെപ്പോലെ ഒരാളെ വിവാഹം കഴിച്ച് രാജ്യത്തെ ജനങ്ങളുടെ പരിഹാസം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് നമ്മുടെ മുതിർന്നവർ തീരുമാനിച്ച നമ്മുടെ വിവാഹം വേണ്ട എന്ന് ഞാൻ തീരുമാനിക്കുന്നു. മോളെ വാസുകി, ഇതുപോലെ നിശ്ചയിച്ച വിവാഹം പെട്ടെന്ന് വേണ്ട എന്ന് വെച്ചാല് എനിക്കുണ്ടാകാൻ പോകുന്ന അപമാനത്തെപ്പറ്റി നീ ചിന്തിച്ചാൽ നല്ലതായിരിക്കും. നീ ആഗ്രഹിക്കുന്നത് പോലെ ഏതു മത്സരവും ഞങ്ങൾ നടത്താം. പക്ഷെ ദയവായി ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറരുത്. നീ അങ്ങനെ ചെയ്താൽ എനിക്ക് രാജ്യത്തെ ജനങ്ങളുടെ മുന്നിൽ നാണം കെട്ട് തലകുനിക്കേണ്ടി വരും. അങ്ങനെ എല്ലാവരും നോക്കി നിൽക്കെ അമരേന്ദ്രന്റെ അച്ഛൻ, പാഞ്ചാല ദേശത്തെ മഹാരാജാവ് അമരേന്ദ്രന്റെ പിതാവായ അരുണേന്ദ്രൻ, മകൻ വിവാഹം കഴിക്കാൻ പോകുന്ന വാസുകിയുടെ മുമ്പിൽ കൈകൂപ്പി നിന്നു. മുട്ടുകുത്തി നിന്നുകൊണ്ട് അവളോട് കേണപേക്ഷിച്ചു. ഒരു രാജ്യത്തിന്റെ രാജാവായ തന്റെ പിതാവ് അവളുടെ മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നത് കണ്ട് അവന്റെ ഹൃദയം വേദനിച്ചു. ആ രാജ്യത്തിന്റെ സിംഹമെന്നറിയപ്പെടുന്ന മഹാരാജൻ തനിക്ക് വേണ്ടി ഒരു പെണ്ണിന്റെ മുന്നിൽ കാല് പിടിക്കുന്നത് അവന് സഹിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ മകൻ ഇത്രയും ഭീരുവായി മാറിയതിനും എല്ലാവരുടെയും കയ്യിൽ നിന്ന് അപമാനം ഏറ്റുവാങ്ങിയതിനും ഇവന്റെ അമ്മയുടെ മരണത്തിനും നിങ്ങൾ ഭാഗികമായി ഉത്തരവാദിയാണ്. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാർ. നിങ്ങളുടെ മകനുമായി ഞാൻ മത്സരിക്കാം. പക്ഷെ ആ മത്സരത്തിൽ വിജയിച്ചാൽ മാത്രമേ നമ്മുടെ വിവാഹം നടക്കൂ. അല്ലെങ്കിൽ അവൻ എന്റെ അടിമയായി മാറും. അങ്ങനെ പറഞ്ഞപ്പോൾ അമരേന്ദ്രന് ദേഷ്യം വന്നു. പക്ഷേ ഇപ്പോൾ വാസുകിയുമായി മത്സരിക്കാനുള്ള ശക്തി അമരേന്ദ്രന് ഇല്ലായിരുന്നു. കൂടി നിന്ന് എല്ലാവരും അമരേന്ദ്രനെ പരിഹസിക്കാൻ തുടങ്ങി. എല്ലാവരും തീരുമാനമായ രാജകുമാരൻ എന്ന് വിളിച്ചു. അതോടെ അവൻ തന്നെയും തന്റെ കുടുംബത്തെയും അപമാനിക്കുമെന്ന് കരുതി അമ്മയുടെ ശവകുടീരത്തിലേക്ക് പോയി. അമ്മേ, എനിക്ക് എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എല്ലാ ശക്തികളും നഷ്ടപ്പെട്ടു. എത്ര ശ്രമിച്ചിട്ടും എനിക്കത് തിരിച്ചു കിട്ടുന്നില്ല. എല്ലാവരും എന്തിനാണ് എന്നെ ഇങ്ങനെ താഴ്ത്തി കെട്ടുന്നത്? അമ്മ ഉത്തരം തരൂ. യഥാർത്ഥത്തിൽ ആ ശവകുടീരത്തിന്റെ സമീപം ആരും പോവാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. അവിടെ ഒരുപാട് ദുരാത്മാക്കൾ അലഞ്ഞു നടക്കുന്നത് കൊണ്ട് ആരും അവിടെ പോകുമായിരുന്നില്ല. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ ആയിരുന്നു അമരേന്ദ്രൻ അവന്റെ അമ്മയുടെ ശവകുടീരത്തിന്റെ അടുത്തേക്ക് പോയത്. തന്റെ മനസ്സിലെ ദുഃഖം ആരോടെങ്കിലും പറയുക എന്ന ഉദ്ദേശത്തോടെയാണ് അവിടെ പോയത്. അമരേന്ദ്രന്റെ അമ്മ ഒരു മഹായോദ്ധാവായിരുന്നു. ശത്രുരാജ്യത്തെ രാജാക്കന്മാർ പോലും അവന്റെ അമ്മയുടെ പേര് കേട്ട് ഞെട്ടുമായിരുന്നു. അമ്മേ, ഇന്നെന്റെ അച്ഛൻ പോലും ഞാൻ കാരണം തലകുനിക്കേണ്ടി വന്നു. ഈ നാണക്കേട് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ആ നിമിഷം ആകാശം മുഴുവൻ ഇരുണ്ടു. ഇടിയും മിന്നലുമായി കനത്ത മഴ പെയ്യാൻ തുടങ്ങി. മറുവശത്ത് അമരേന്ദ്രന്റെ വിരലിലെ മോതിരത്തിൽ നിന്ന് ഒരു പുക ഉയർന്നു. അത് കണ്ട ഉടനെ അമരേന്ദ്രൻ ഭയം കൊണ്ട് പിറച്ചു. ഇതെന്താണ് സംഭവിക്കുന്നതെന്ന് അമരേന്ദ്രന് മനസ്സിലായി. നീണ്ട മുടിയും വെളുത്ത താടിയും ഒരു വൃദ്ധ ശരീരവും ചുവന്ന കണ്ണുകളുമുള്ള ആ മനുഷ്യനെ കണ്ട് അമരേന്ദ്രൻ ഭയന്നു. നീ ആരാണ്? എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ വരുണമിത്രൻ. കഴിഞ്ഞ 3 വർഷമായി ഞാൻ നിന്റെ മോതിരത്തിലുണ്ട്. അമരേന്ദ്ര, നിങ്ങളുടെ അമ്മയുടെ മരണത്തിന്റെ പിന്നിൽ വലിയൊരു രഹസ്യമുണ്ട്. അതെനിക്ക് മാത്രമേ അറിയൂ. അതുമാത്രമല്ല, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ശക്തി നഷ്ടപ്പെട്ടതെന്നും എനിക്കറിയാം. വരാനിരിക്കുന്ന മത്സരങ്ങളിൽ നിങ്ങളുടെ ഏകലവ്യ സ്ഥാനം വീണ്ടെടുക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കും. പക്ഷേ എനിക്ക് 3 നിബന്ധനകളുണ്ട്. നിങ്ങളത് അംഗീകരിച്ചാൽ മാത്രമേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയൂ. ഭരണമിത്രൻ അത് പറഞ്ഞ ഉടനെ തന്നെ എങ്ങനെയെങ്കിലും തന്റെ ശക്തികൾ വീണ്ടെടുക്കാൻ ആഗ്രഹിച്ച അമരേന്ദ്രൻ ആ വ്യവസ്ഥകൾക്ക് സമ്മതം മൂടി. ആദ്യത്തെ വ്യവസ്ഥ, നീ വാസുകിയെ മനസ്സുകൊണ്ട് സ്നേഹിക്കരുത്. നീ അവളോട് അടുക്കരുത്. മനസ്സിൽ പോലും അവളെപ്പറ്റി മറ്റൊന്നും ചിന്തിക്കരുത്. സമ്മതം. രണ്ടാമത്തെ നിബന്ധന, നിങ്ങളുടെ ശക്തി പുനഃസ്ഥാപിക്കാൻ ഞാനൊരു അമൃതുണ്ടാക്കാം. പക്ഷെ അതുണ്ടാക്കാനുള്ള സാധനങ്ങൾ നീ തന്നെ കൊണ്ടുവരണം. അതുകൊണ്ട് വരുന്ന വഴിയിൽ നിന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. അതിനെയെല്ലാം തരണം ചെയ്ത് ആ വസ്തുക്കൾ എന്റെ കയ്യിൽ കൊണ്ടുവരണം. കുറച്ചുനേരം ചിന്തിച്ച ശേഷം അതിന് സമ്മതം മൂടി. 2 നിബന്ധനകൾ അംഗീകരിച്ച അമരേന്ദ്രൻ 3ാമത്തെ നിബന്ധനയ്ക്ക് വേണ്ടി ആകാംക്ഷയോടെ കാത്തിരുന്നു. പറയൂ, നിന്റെ 3ാമത്തെ വ്യവസ്ഥ എന്താണ്? അമരേന്ദ്രൻ അത് ചോദിച്ചപ്പോൾ ഭരണമിത്രൻ ഉത്തരം നൽകി. 3ാമത്തെ വ്യവസ്ഥയെപ്പറ്റി മറ്റൊരാൾ നിങ്ങളോട് പറയും മുമ്പ് കുറച്ചു നേരത്തേക്ക് നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. ഞാൻ പറയുന്നത് വരെ കണ്ണു തുറക്കരുത്. അവൻ അങ്ങനെ പറഞ്ഞ ഉടനെ തന്നെ അമരേന്ദ്രൻ തന്റെ കണ്ണുകൾ അടച്ചു. കണ്ണുകൾ അടച്ച് അമരേന്ദ്രൻ അവന്റെ അമ്മയുടെ വാക്കുകൾ പശ്ചാത്തലത്തിൽ കേട്ടു. 3ാമത്തെ വ്യവസ്ഥയെപ്പറ്റി പറഞ്ഞ
പറഞ്ഞപ്പോൾ അമരേന്ദ്രന് അവന്റെ കണ്ണുനീർ അടക്കാൻ കഴിഞ്ഞില്ല. വരണമിത്രൻ ഇത് പറഞ്ഞ ഉടനെ തന്നെ അമരേന്ദ്രൻ തന്റെ കണ്ണുകൾ അടച്ചു. അവന് പരിചിതമായ ഒരു ശബ്ദം പശ്ചാത്തലത്തിൽ കേട്ടു. അത് മറ്റാരുടെയും ആയിരുന്നില്ല. അത് അമരേന്ദ്രന്റെ അമ്മയുടെ ശബ്ദമായിരുന്നു. അവന്റെ അമ്മയുടെ ശബ്ദം വായുവിൽ പ്രതിധ്വനിച്ചു. അയാളുടെ മൂന്നാമത്തെ വ്യവസ്ഥ കേട്ടതും അമരേന്ദ്രന്റെ ഹൃദയം വേഗത്തിൽ മിടിച്ചു. അവന്റെ കണ്ണുകൾ നനഞ്ഞു. പെട്ടെന്ന് അവന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. തന്റെ അമ്മ എന്തിനാണ് ഇങ്ങനൊരു വ്യവസ്ഥ വെച്ചത് എന്നവൻ അത്ഭുതപ്പെട്ടു. ഇതാണ് എന്റെ മൂന്നാമത്തെ വ്യവസ്ഥ. നിങ്ങളുടെ അമ്മ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? അമ്മ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് അമരേന്ദ്രന്റെ തലയിൽ ഇടിമിന്നലേറ്റതുപോലെയായി. അമരേന്ദ്രന്റെ അമ്മ അവനോട് പറഞ്ഞ മൂന്നാമത്തെ വ്യവസ്ഥ എന്തായിരുന്നു? അമരേന്ദ്രന്റെ അമ്മയുടെ മരണത്തിന് പിന്നിലെ രഹസ്യം എന്തായിരുന്നു? അമരേന്ദ്രന് തന്റെ ശക്തികൾ നഷ്ടപ്പെട്ടത് എങ്ങനെ? ആ ശക്തികൾ അവൻ എങ്ങനെ വീണ്ടെടുക്കും? ഒരു ഭീരുവാണെന്ന് പറഞ്ഞ് അപമാനിച്ചവരുടെ മുന്നിൽ താനൊരു വീരനാണെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് കഴിയും. വാസുകിയുടെ വെല്ലുവിളിയിൽ അമരേന്ദ്രൻ വിജയിച്ചു. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയണമെങ്കിൽ കേൾക്കൂ പോക്കറ്റ് എഫും ഓഡിയോ സീരീസായ യോധ